എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തിൽ സർവ്വരോഗ നിവാരണി എന്നറിയപ്പെടുന്ന ഒന്നാണ് ആര്യവേപ്പ്. ഇതിന്റെ ഇല, തൊലി, കായ, പൂവ് എന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളവയാണ്. പ്രകൃതിദത്തമായ ആന്റിസെപ്റ്റിക്, ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളാൽ സമ്പന്നമാണ് ആര്യവേപ്പ്. രക്തം ശുദ്ധീകരിക്കാനും ചർമ്മരോഗങ്ങളെ അകറ്റാനും ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ആര്യവേപ്പിന് പ്രത്യേക കഴിവുണ്ട്. അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും പരിസരം ശുദ്ധമായി നിലനിർത്താനും ആര്യവേപ്പ് വളർത്തുന്നത് സഹായിക്കും. ശരീരത്തിനകത്തും പുറത്തുമുള്ള അണുബാധകളെ തടയാൻ ആര്യവേപ്പിനേക്കാൾ മികച്ച മറ്റൊരു സസ്യമില്ല എന്ന് തന്നെ പറയാം. ആര്യവേപ്പ് ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സാധിക്കും. ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, മുഖക്കുരു, താരൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആര്യവേപ്പ് ഒരു പരിഹാരമാണ്. ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മത്തിലെ അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കും. കൂടാതെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും സഹായിക്കും. ആര്യവേപ്പ് ഉപയോഗിച്ചുള്ള ചില ഒറ്റമൂലികളെ പറ്റി നോക്കാം. ആര്യവേപ്പില അരച്ച് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരുവും അതുമൂലമുണ്ടാകുന്ന കറുത്ത പാടുകളും മാറാൻ സഹായിക്കും. ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നത് താരനും തലയിലെ ചൊറിച്ചിലും മാറാൻ ഫലപ്രദമാണ്. ദിവസവും 2 ചെറിയ ആര്യവേപ്പില വെറും വയറ്റിൽ ചവച്ച് കഴിക്കുന്നത് രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കും. ആര്യവേപ്പിലയും മഞ്ഞളും ചേർത്ത് ചർമ്മത്തിൽ പുരട്ടുന്നത് മിക്ക ചർമ്മരോഗങ്ങൾക്കും നല്ലതാണ്. ആര്യവേപ്പിലയുടെ നീര് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഇതിന്റെ തണ്ട് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് വായുനാറ്റം മാറാനും പല്ലിന് ബലം നൽകാനും സഹായിക്കും. ആര്യവേപ്പില അരച്ച് മുറിവുകളിൽ പുരട്ടുന്നത് അണുബാധ തടയാനും മുറിവ് വേഗത്തിൽ ഉണങ്ങാനും നല്ലതാണ്. ആര്യവേപ്പിന്റെ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് പേൻ ശല്യം പൂർണ്ണമായി ഒഴിവാക്കാൻ സഹായിക്കും. ഇതിന്റെ നീരിൽ അല്പം തേൻ ചേർത്ത് കഴിക്കുന്നത് കുട്ടികളിലെയും മുതിർന്നവരിലെയും വിരശല്യം മാറാൻ സഹായിക്കും. ആര്യവേപ്പിന്റെ എണ്ണ കാലിൽ ആണിയുള്ള ഭാഗത്ത് പുരട്ടുന്നത് നല്ലതാണ്. വൈകുന്നേരങ്ങളിൽ ആര്യവേപ്പില പുകയ്ക്കുന്നത് കൊതുകിനെ തുരത്താനും വീടിനുള്ളിലെ അണുക്കളെ നശിപ്പിക്കാനും സഹായിക്കും. ആര്യവേപ്പിന്റെ എണ്ണ ചൂടാക്കി സന്ധികളിൽ തടവുന്നത് വേദനയും നീർക്കെട്ടും കുറയ്ക്കാൻ സഹായിക്കും. ഇതിന്റെ കറ അരിമ്പാറയ്ക്ക് മുകളിൽ പുരട്ടുന്നത് അത് ഉണങ്ങിപ്പോകാൻ സഹായിക്കും. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ആര്യവേപ്പ് അകത്തേക്ക് കഴിക്കുന്നത് ഒഴിവാക്കണം. കൊച്ചുകുട്ടികൾക്ക് ആര്യവേപ്പിന്റെ നീര് നൽകുന്നത് ശ്രദ്ധിച്ചു വേണം. അമിതമായാൽ ഛർദ്ദിക്കോ തളർച്ചയ്ക്കോ കാരണമാകാം. ആര്യവേപ്പില അമിതമായി കഴിക്കുന്നത് വൃക്കകൾക്കും കരളിനും ദോഷം ചെയ്തേക്കാം.